ഹലോ, വെൽക്കം ടു ശ്രീസ് വേൾഡ്. ഞാൻ എന്താ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒത്തിരി പേർ ബാക്കിയുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിനടുത്തെടുക്കുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ എന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് ഹോം മെയ്ഡ് ചിക്കൻ പഫ്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും എങ്ങനെയാണ് പഫ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഓവനൊന്നും ആവശ്യമില്ലാതെ ഈസി ആയിട്ട് പഫ്സ് തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഈ മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട മുഴുവനായിട്ടും പൊട്ടിച്ചൊഴിക്കുകയാണ്. വെള്ള വേറെ മഞ്ഞ വേറെ അങ്ങനെയൊന്നും എടുക്കുന്നില്ല. ഒരു മുട്ട മുഴുവനായിട്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പും മുട്ടയും നന്നായിട്ട് മൈദമാവിൽ ചേരുന്ന രീതിയിൽ കുഴച്ചു കൊടുക്കുക. നന്നായി ഒന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് ഈ പഫ്സ് മൈദമാവ് അല്ലാതെ ഗോതമ്പ് മാവ് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇനിയിപ്പോൾ മൈദമാവ് കൊണ്ടാണ് ഞാൻ പഫ്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുകയാണ്. നമ്മുടെ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫോമിൽ വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഒത്തിരി ലൂസായി പോവാനും അതുപോലെ തന്നെ ഹാർഡായി പോവാനും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കുക മാവ്. ഇപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കുഴച്ച് കിട്ടാനായിട്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. മാവ് ഒന്നുകൂടി സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടും പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എണ്ണ ചേർത്തിട്ടുള്ളത്. അതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മാവ് നന്നായിട്ട് എത്രത്തോളം നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നോ അത്രത്തോളം മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/4 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി എല്ലൊന്നും ഇല്ലാത്ത നല്ല പീസാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഇപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. ഇനി ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചിക്കനിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. ഇനി ഇത് കുക്കറിലിട്ടിട്ടാണ് ഞാനിപ്പോൾ വേവിച്ചെടുക്കാൻ പോകുന്നത്. കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് സമയം വേവിച്ചെടുക്കാൻ പാടില്ല. ഒരു വിസിൽ വരുന്നവരെ മാത്രം വേവിക്കുക. ഇപ്പോൾ ഞാൻ ചിക്കൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. കാരണം ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കാതെ വേണം ഇത് അടച്ചു വെച്ച് വേവിക്കാനായിട്ട്. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഗ്യാസ് കത്തിച്ച് കുക്കർ അടുപ്പിലേക്ക് വെക്കുകയാണ്. നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കൂടുതൽ വിസിലായിപ്പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലപോലെ വെന്തു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കുക്കാവാനും പാടില്ല. അപ്പോൾ ഇത് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് തന്നെ അടുപ്പ് കത്തിച്ച് നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം. നമ്മുടെ പഫ്സിനായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണിത്. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. എണ്ണ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, ഒരു നുള്ളു പെരുംജീരകം, ഇത്രയും സാധനങ്ങൾ ഞാൻ ചേർക്കുന്നുണ്ട്. പെരുംജീരകം നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പക്ഷേ പെരുംജീരകത്തിൻ്റെ ഒരു സ്മെല്ലും
ടേസ്റ്റും വേറെ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പപ്സിന്. അപ്പോൾ അത് ഇഷ്ടമല്ലാത്തവർ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. കടുകും പെരിഞ്ചീരകമൊക്കെ നന്നായി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും മീഡിയം സൈസ് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അത് ചെറുതായി നുറുക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ വഴറ്റണം. ചെറുതായി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ഇടത്തരം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയതാണ് എടുത്തത്. പച്ചമുളകിൻ്റെ എണ്ണം കൂടുതൽ വേണമെന്നുള്ളവർക്ക് എണ്ണം കൂട്ടിയിടാം. അല്ല അത്രയും വേണ്ട, കുട്ടികൾക്ക് കൊടുക്കേണ്ടതല്ലേ, അങ്ങനെ തോന്നുന്നവർക്ക് എണ്ണം കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് 3 കൂടി നന്നായി മൂപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പിലയാണ് ചേർക്കുന്നത്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതും കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒത്തിരി കരിഞ്ഞു പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തീ കുറച്ച് വെക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ചെറിയ സവാള ചെറുതായി മുറിച്ചെടുത്തിരിക്കുന്നതാണിത്. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇപ്പം ഞാൻ ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചിക്കൻ വേവിക്കുമ്പോഴും ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് അധികമായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ട അളവ് നോക്കിയിട്ട് മാത്രമേ ഉപ്പ് ഇടാൻ പാടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ഇടത്തരം തക്കാളിയാണ് ചെറുതായി നുറുക്കിയെടുത്തിട്ടുള്ളത്. ഒരുപാട് തക്കാളി ഇടേണ്ട ആവശ്യമില്ല, കാരണം ഒരു പുളി ടേസ്റ്റ് വരും ഒരുപാട് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 ഇടത്തരം തക്കാളിയാണ് ചെറുതായി നുറുക്കിയെടുത്തിട്ടുള്ളത്. അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളിയും ഉള്ളിയും ചെറുതീയിൽ നന്നായി വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഗരം മസാല ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഗരം മസാലയും കൂടി ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ടേസ്റ്റ് തന്നെ ആവും. അപ്പോൾ അത് ഉള്ളവർ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ മഞ്ഞൾ, മുളക്, കുരുമുളക് ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്താൽ മതിയാവും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ പാകത്തിന് വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി കുക്കാവുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് തന്നെ വേവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അവിടെ നിന്ന് കുക്കാവട്ടെ. നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കുക്കറിൻ്റെ അടപ്പ് തുറന്ന് നോക്കി. അപ്പോൾ വെള്ളമൊന്നും ഇല്ല, കണ്ടില്ലേ? ചിക്കനിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള
ആവശ്യത്തിന് കുറച്ചുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ അതിനകത്ത് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി വെള്ളമായി പോയേനെ. ഇതിപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഞാനിത് മറ്റൊരു ബൗളിലേക്ക് കോരി മാറ്റുകയാണ്. ഇനി ഇതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ പീസ് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് നുറുക്കിയെടുക്കണം. നമുക്ക് കൈ വെച്ച് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറുതായ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ചിക്കനൊക്കെ. കണ്ടില്ലേ? ഇതിനേക്കാൾ ചെറുതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഇത് തക്കാളിയും ഉള്ളിയും വഴറ്റി വെച്ചതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ചിക്കൻ പീസിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ചിക്കൻ വേവിക്കുന്ന സമയത്തും പിന്നെ ഉള്ളി വഴറ്റിയെടുക്കാനൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഉപ്പ് പാകത്തിന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ അതിൽ ഉപ്പ് വേണം തോന്നിയാൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. എങ്കിൽ മാത്രം നമുക്കത് പെട്ടെന്ന് ചൂടാറി കിട്ടുകയുള്ളൂ. അതിനായിട്ട് ഞാനിപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്സിനായിട്ടുള്ള മാവ് പരത്തിയെടുക്കണം. അപ്പം നമ്മുടെ മാവ് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുള്ള മാവാണ്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. അത് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമ്മുടെ ചപ്പാത്തി പലകയിൽ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ അത് മുക്കിയെടുക്കാനായിട്ട് ഞാൻ മൈദമാവ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊന്ന് എല്ലാ സൈഡും ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് നേർത്ത് പോവാനും എന്നാൽ ഒരുപാട് കട്ടിയായി പോവാനും പാടില്ല. ഒരുപാട് നേർത്തതായി പോയി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒത്തിരി നേർങ്ങനെ ആവാതെയും എന്നാൽ ഒത്തിരി കട്ടിയാവാതെയും ശ്രദ്ധിച്ച് പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ 4 ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കണം. നല്ലൊരു സ്ക്വയർ ടൈപ്പ് കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മുടെ പപ്സിന് നല്ലൊരു ഷേപ്പ് ഉണ്ടാവുള്ളൂ. പിന്നെ കട്ട് ചെയ്യുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, വലിഞ്ഞു പോകാൻ പാടില്ല. നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ 4 ഭാഗവും നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. വലിയൊരു പണിയൊന്നുമില്ല, കത്തി വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഒരു മാവിലേക്കാണ് നമ്മൾ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ 4 ഭാഗവും മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു സ്ക്വയർ ടൈപ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. അതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പരത്തി വെച്ച മാവിലേക്ക് ഫില്ലിങ്സ് നിറച്ചു കൊടുക്കുകയാണ് ഞാൻ. ഒരുപാട് ഫില്ല് ചെയ്യരുത്, ആവശ്യത്തിന് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കോണോട് കോൺ 4 ഭാഗത്തുനിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒറ്റ ഒരു ലെയർ മാത്രമേ പപ്സിനായിട്ട് എടുക്കുന്നുള്ളൂ. അങ്ങനെയല്ലാതെ 2 ലെയർ വെച്ചിട്ടൊക്കെ നമുക്ക് പപ്സ് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ ഓവനൊന്നും ഇല്ലാതെ ഒരു പാനിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ലെയർ മാത്രമാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് മറ്റൊരു ബോൾ കൂടി ഉണ്ടാക്കിയിട്ട് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ കട്ടി കൂടാനും പാടില്ല, എന്നാൽ ഒത്തിരി നേർത്തതാവാനും പാടില്ല. നന്നായി പരത്തിയെടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ 4 ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് തന്നെയാണ് നമ്മൾ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കേണ്ടത്.
ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്യുമ്പോൾ മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. നല്ല ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ പപ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഞാൻ വീണ്ടും അതൊരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ 4 ഭാഗത്തു നിന്നും കോണോട് കോൺ മടക്കിയെടുക്കാം. ഒരിക്കലും നമ്മളിത് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇതുമായിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ഇതുപോലെ പരത്തി ഫില്ലിങ്സ് നിറച്ച് വെക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പ് കത്തിക്കുകയാണ്. അടുപ്പ് കത്തിച്ചൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കുകയാണ്. ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ തവ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തവ നല്ല പോലെ ചൂടായിട്ട് വരണം. ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് പാനിൻ്റെ എല്ലാ ഭാഗത്തും തടവി കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള പപ്സ് ഓരോന്നായിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ശ്രദ്ധിക്കുക, എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ വെച്ച് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ പാനിൻ്റെ ഒരു സൈസ് അനുസരിച്ചിട്ട് 3 or 4 എണ്ണ നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ അതിൻ്റെ മുകൾ ഭാഗത്തും കൂടി കുറച്ച് തൂക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ എണ്ണ കിടക്കുന്നുണ്ടാവും. അത് തന്നെ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തും കൂടി തൂക്കി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് എണ്ണ ഇതിനായിട്ട് ആവശ്യമില്ല. ഡീപ്പ് ഫ്രൈ അല്ല ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് എണ്ണയിൽ ഒന്ന് മുരിച്ചെടുക്കണം. നമ്മളൊരു ദോശക്കൊക്കെ ചെയ്യുന്നത് പോലെ പാനിലൊന്ന് എണ്ണ തടയി കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ പാനിലല്ലാതെ കുക്കറിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ വിസിൽ ഊരി മാറ്റിയിട്ട് കുറച്ച് നേരം നമുക്കിതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ പാനിലാണ് ചെയ്യുന്നത്. ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ അത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ 2 സൈഡും ഒരുപോലെ കുക്കായി കിട്ടുകയുള്ളൂ. മറിച്ചിടുമ്പം നല്ലപോലെ ശ്രദ്ധിക്കണം, പൊട്ടിപ്പോവാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് ഓരോന്നായി നമുക്ക് കമഴ്ത്തി വെച്ച് കൊടുക്കാം. എങ്കിൽ മാത്രമേ 2 സൈഡും ഒരുപോലെ കുക്കായി വരുള്ളൂ. എന്തുകൊണ്ടും കടയിൽ നിന്ന് മേടിക്കുന്ന സ്നാക്സിനേക്കാൾ നല്ലതായിരിക്കും വീട്ടിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ. മാത്രമല്ല പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ഫില്ലിങ്സ് വേണമെങ്കിൽ നമുക്ക് മുട്ടയോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലും മാറ്റി മാറ്റി പരീക്ഷിച്ച് നോക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ 4 ഭാഗമാണ് നമുക്ക് വേവിച്ചെടുക്കാനുള്ളത്. അതിനായിട്ടിപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നമ്മുടെ ചട്ടുകം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഉപകരണം വെച്ചിട്ടോ നമുക്ക് സൈഡൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പുതിയ അസുഖങ്ങൾക്ക് കാരണം പുറത്തു പോയിട്ടൊന്നും കുട്ടിക്ക് ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇതുപോലത്തെ ഭക്ഷണങ്ങൾ നിങ്ങൾ വീട്ടിൽ തന്നെ റെഡിയാക്കി നോക്കുക. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.